കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കാർഡ്ബോർഡ് പീസാണ്. നമുക്ക് എത്ര സൈസിലാണോ നമുക്കിത് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അത്രയും സൈസിൽ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കാർഡ്ബോർഡ് പീസ് ഇല്ലെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഇത് മതി. കുറച്ച് കട്ടിയായിട്ടുള്ള എന്തെങ്കിലും ഒരു ബേസ് എടുക്കണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു ടൈപ്പ് ആവണമെന്ന് മാത്രം. അതിനുശേഷം നമുക്കിപ്പോൾ ഇത് ആവശ്യമായിട്ടുള്ളത് ഇതേപോലത്തെ ഒരു കവറാണ്. ഇത് എല്ലാ വീടുകളിലും ഉണ്ടാകുന്നൊരു സംഭവമാണല്ലേ. ഈ കവറ് ഇതേപോലത്തെ ഒരു വൈറ്റ് കളർ കവറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന നമ്മളുടെ നോർമൽ വൈറ്റ് കവറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് മെയിൻ ഐറ്റം കേട്ടോ. എന്നിട്ട് നമ്മുടെ കാർഡ്ബോർഡ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇതേപോലെ വെച്ചിട്ട് കുറച്ച് എക്സസ് ആക്കി ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു വൈറ്റ് കവർ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ മടക്കുകളൊക്കെ നിവർത്തി കൊടുത്ത് കവറ് ഒട്ടും ചുളുക്കൊന്നും ഇല്ലാതെ നല്ല ഭംഗിക്ക് തന്നെ ആക്കിയെടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. ഇതേപോലെ എക്സസ് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ ജസ്റ്റ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ഫോൾഡിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒറ്റ ഫോൾഡ് അല്ല കവർ ചെയ്തിരിക്കുന്നത്. 2 സൈഡുകളും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്ത ഭാഗം നല്ല ഭംഗിയായിട്ട് ഇപ്പം ഈ ഭാഗത്തോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ ചുളിവുകളും ഇതൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു അപ്പുറത്തെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരുപാട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്ര അങ്ങോട്ട് പെർഫെക്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 ലെയറാണ് നമ്മുടെ കവറ്. ഇനി ഒരു സൈഡ് നമ്മൾ സ്റ്റിക്ക് ചെയ്തു നമ്മുടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട്. എന്നിട്ട് അടുത്ത സൈഡ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ആക്കിയതിന് ശേഷം എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സൈഡിൻ്റെ കോർണർ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇപ്പുറത്തോട്ട് മടക്കാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സൈഡുകളായിട്ട് നമ്മൾ മടക്കി വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു താഴത്തെ ഭാഗമാണ് നമ്മൾ മടക്കി കൊടുത്ത്. അപ്പോൾ നല്ല ടൈറ്റാക്കി തന്നെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഗ്ലൂവോ ടേപ്പോ ഏതാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ വീണ്ടും ഇപ്പുറത്തെ സൈഡിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എയറൊന്നും വരാത്ത വിധത്തിലാക്കി, ചുളിവുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ല ഭംഗിയാക്കി തന്നെ ആക്കി കൊടുക്കുക. അതിന് ശേഷം വേണം അതിൻ്റെ അടുത്ത സൈഡ് ആക്കാനായിട്ട്. അപ്പോൾ ഈ കോർണർ ഭാഗം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് വേണം ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓരോ സൈഡ് നമ്മൾ ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നമ്മൾ പിടിച്ചിട്ട് അതിൻ്റെ ചുളിവുകൾ മാറ്റി കൊടുക്കണം കേട്ടോ. അതായത് അതിൻ്റെ ഉള്ളിൽ എയറൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഗ്ലൂ ഒന്നും ഉള്ളിൽ യൂസ് ചെയ്യുന്നില്ലല്ലോ. ഗ്ലൂ യൂസ് ചെയ്ത് അത്രയും അങ്ങോട്ട് പെർഫെക്ഷനായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഒരു സൈഡിലും നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും പോരാതിരിക്കാൻ വേണ്ടിയിട്ടും എയറൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ സൈഡുകളും മടക്കി ഒട്ടിച്ചു. ഇനി നമുക്ക് നമ്മുടെ തീം അനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ട സ്റ്റിക്കറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പെൻസിൽ ബോക്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് വെക്കേണ്ടതെന്നുള്ള ഇത് നോക്കുകയാണ് ഞാൻ. അത് നോക്കിയതിന് ശേഷം നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള തീമിൽ ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് ഹോം മെയ്ഡായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ നെയിം സ്ലിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലത്തെ സ്റ്റിക്കേഴ്സൊക്കെ കിട്ടും. അത് കട്ട് ചെയ്തെടുത്തിട്ട് ഒക്കെ നമുക്ക് ഒട്ടിക്കുക കേട്ടോ. ഇനി ഞാൻ ഈ സൈഡുകളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ സൈഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഭംഗിയാക്കി എടുക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. എത്രത്തോളം ഭംഗിയായി എന്നറിയില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. വളരെ ഈസിയല്ല ഇത് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇതിലോട്ട് എഴുതി നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ എഴുതി നോക്കാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡ് മാർക്കറാണ് കേട്ടോ. നമ്മുടെ വൈറ്റ് ബോർഡ് മാർക്കർ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വൈറ്റ് ബോർഡ് മാർക്കറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ ഈസിയാണ് വൈറ്റ് ബോർഡ് മാർക്കർ. ഇതേപോലെ നമുക്ക് നോർമലായിട്ട് എഴുതാം. ഞാനിപ്പോൾ ഒരു ചെറിയ സ്ലേറ്റ് പോലെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വലിയ സ്ലേറ്റ് വേണമെങ്കിൽ വലിയതായിട്ടും എടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ ബോർഡ് റബ്ബ് ചെയ്യുന്ന പോലെ റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റബ്ബ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു ബോർഡ് റബ്ബർ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ തുണി ഉണ്ടല്ലോ, അതായാലും മതി. ഇനിയിപ്പോൾ ബോർഡ് മാർക്കർ ഇല്ലെങ്കിൽ ഇതേപോലത്തെ സ്കെച്ച് പെൻ, ഇത് നോർമൽ സ്കെച്ച് പെൻ ആണ് കേട്ടോ. ഈ സ്കെച്ച് പെൻ കൊണ്ട് എഴുതി കൊടുത്തിട്ട് റബ്ബ് ചെയ്താലും നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത്.
ഇതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പെർമനൻറ്റ് മാർക്കർ അങ്ങനെയൊന്നും യൂസ് ചെയ്ത് ഒന്നുകിൽ ബോർഡ് മാർക്കർ അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ സ്കെച്ച് പെൻ ഇത് രണ്ടുമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ പെർമനൻറ്റ് മാർക്കറൊക്കെ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കും കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇതെന്തായാലും ഫ്രിഡ്ജിമേലാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ നമ്മുടെ മാഗ്നറ്റ് പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ മാഗ്നറ്റ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും, അത് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആമസോണിൽ ഷീറ്റ് പോലെ അവൈലബിൾ ആണ് കേട്ടോ. അത് കട്ട് ചെയ്തെടുത്തിട്ടായാലും ഒട്ടിച്ചാൽ മതി കേട്ടോ. വളരെ റീസണബിൾ റേറ്റിൽ തന്നെ നമുക്ക് ആമസോണിൽ ഷീറ്റ് പോലെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്റ്റഡി ടേബിളിൽ ഇതേപോലെ ഒരു മാഗ്നറ്റൊക്കെ വെച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ടിരിക്കും. നമ്മുടെ ഡെയിലി വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ അത് ആഴ്ചയും കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബ് ചെയ്തും കളയാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് ബോർഡാണിത്. ഒട്ടും ചിലവൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് ബോർഡാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അമ്മമാർക്ക് വേണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ കുറച്ച് നാളൊക്കെ അത് മോൻ്റെ സ്റ്റഡി ടേബിളിൽ വെച്ചു. അതിനുശേഷം ഞാനിപ്പോൾ കിച്ചണിലാണ് കേട്ടോ കൊണ്ടുവച്ചിരിക്കുന്നത്. കിച്ചണിൽ ആവശ്യമുള്ളതൊക്കെ എഴുതാനും റബ്ബ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും വരുവരയ്ക്കും ബൈ.